ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അച്ചാത്തീസ്. ഇന്ന് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ചാവറ പിതാവിൻ്റെ ഭൗതിക ശരീരം ഖബറടക്കിയിരിക്കുന്ന പള്ളിയിലേക്കാണ്. സെൻറ്റ് ജോസഫ് പള്ളിയാണിത്. ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ചാവറ പിതാവിൻ്റെ ജന്മനാട്. ചാവറ കുടുംബത്തിലെ കുറിയാക്കോസ് മേരി ദമ്പതികളുടെ 6ാമത്തെ മകനായിട്ടാണ് ചാവറ പിതാവ് ജനിച്ചത്. 1805 ഫെബ്രുവരി 10 ചാവറ കുറിയാക്കോസ് ഏലിയാസ് പൂജാതനായി. 2014 നവംബർ 23 അന്ന് കുറിയാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഭാരതത്തിൽ നിന്നും ആദ്യമായിട്ട് ഒരച്ഛൻ വിശുദ്ധ പദവിയിൽ എത്തുമ്പോൾ അത് നമുക്ക് അഭിമാന മുഹൂർത്തമായിരുന്നു. 2 നൂറ്റാണ്ടിനിപ്പുറം സമൂഹ നന്മ ലക്ഷ്യമാക്കി ജീവിച്ച ഒരു സന്യാസി. അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം പകർന്നു തന്ന പുണ്യം, അതിൻ്റെ സാഫല്യം എന്നോണം അദ്ദേഹം വിശുദ്ധരുടെ ഗണത്തിലേക്ക് എത്തപ്പെടുന്നു. ചാവറയച്ചൻ വിശുദ്ധിയിലേക്ക് എത്തപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് ആ മഹാത്മാവിൻ്റെ ജീവിതത്തിലേക്കും കാലഘട്ടത്തിലേക്കും. 1805 ഫെബ്രുവരി 10 കുട്ടനാട്ടിലെ കൈനഗിരി ഗ്രാമത്തിൽ ചാവറ കുറിയാക്കോസ് മറിയം ദമ്പതികൾക്ക് 6ാമത്തെ മകനായി കുറിയാക്കോസ് ജനിച്ചു. മുന്നിൽ തുറന്ന ആദ്യത്തെ വാതിൽ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയിലേക്കുള്ള അനുഷ്ഠാനങ്ങളായിരുന്നു പിന്നീട് ആ വഴികളിൽ എല്ലാം. 5ാം വയസ്സിൽ കുറിയാക്കോസിനെ അമ്മ എല്ലാ കുട്ടികളെയും അയക്കുന്നത് പോലെ തന്നെ കുറിയാക്കോസിനെയും 5ാം വയസ്സിൽ കളരിലേക്ക് അയച്ചു. ശിക്ഷണത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ച് പള്ളിപ്പുറം സെമിനാരിയിലെ വൈദികനായ മൽപ്പാൻ തോമസ് പാലക്കൽ മുഖേന 13ാം വയസ്സിൽ കൊച്ചു കുറിയാക്കോസ് വൈദിക പഠനത്തിന് ചേർന്നു. അവിടുത്തെ രീതികളെല്ലാം കുറിയാക്കോസിൻ്റെ മനസ്സിനെയും പ്രവൃത്തികളെയും എല്ലാം ചിട്ടപ്പെടുത്തി. 1829 നവംബർ 29 അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് അദ്ദേഹം പുരോഹിതനായി. ശേഷം കുറിയാക്കോസ് സേവേറിയോസ് ചാവറയച്ചൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ആ ദിവസം ചരിത്രത്തിലേക്കുള്ള അച്ഛൻ്റെ കടന്നുവരവായിരുന്നു. ആത്മീയതയുടെ തണലിൽ മാനുഷിക മൂല്യങ്ങളെ കുടിയിരുത്തിയാണ് ചാവറയച്ചൻ ദൈവവുമായുള്ള തൻ്റെ ഇഴയടപ്പം കൂട്ടി ഉറപ്പിച്ചത്. എന്നാൽ വിശ്വാസത്തിൻ്റെ വഴിയിൽ ഒതുക്കി നിർത്തിയില്ല ചാവറയച്ചൻ തൻ്റെ പ്രവർത്തനങ്ങളെ. മാന്നാനത്ത് 1831 ചാവറയച്ചൻ, പാലക്കൽ തോമ മൽപ്പാൻ, കോവുക്കര തോമ മൽപ്പാൻ, കണിയാന്തറ യാക്കോബ് സഹോദരൻ എന്നിവർ ചേർന്ന് ഭാരതത്തിൽ ആദ്യമായി സന്യാസം ആരംഭിച്ചു. അതാണ് ഇന്നത്തെ CMI സഭ. കേരള ക്രൈസ്തവ സഭയുടെ നാഴികക്കല്ലായിരുന്നു ആ 4 പേരും. മാന്നാനത്ത് സെമിനാരി തുടങ്ങുമ്പോൾ മതപ്രചരണം മാത്രമായിരുന്നില്ല ചാവറയച്ചൻ്റെ മനസ്സിൽ. മാറ്റി നിർത്തപ്പെട്ടവരെയും താഴെത്തട്ടിൽ കഴിഞ്ഞവരെയും കൈപിടിച്ച് ഉയർത്താനാണ് അദ്ദേഹം CMI സഭ തുടങ്ങിവെച്ചത്. ചാവറയച്ചൻ പകർന്നു നൽകിയ ആത്മീയ വെളിച്ചം CMI സഭ അണയാതെ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. സാമൂഹിക മുന്നേറ്റത്തിലൂടെ ആത്മീയ ആനന്ദം കണ്ടെത്തുന്നതായിരുന്നു ചാവറയച്ചന് പ്രിയം. അന്നോളം തുടർന്നു നിന്നിരുന്ന ആചാരങ്ങൾക്ക് നവീനതയുടെ ചൈതന്യം പകർന്നുകൊണ്ട് ചാവറയച്ചൻ ശൈശവ വിവാഹത്തിനെതിരെ സ്ത്രീകളോടും കുട്ടികളോടുമുള്ള സമൂഹത്തിൻ്റെ മോശമാനം മാറണമെന്നും മൊത്തം ആൾക്കാരും വിദ്യ അഭ്യസിക്കുന്നത് വഴി അവർക്ക് നല്ല ജീവിത സാഹചര്യം ഉണ്ടാകാനും തലയെടുപ്പോടുകൂടി ജീവിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അക്ഷരങ്ങളുടെ ഉപാസകനായിരുന്നു ചാവറയച്ചൻ. ജാതിയും മതവും വേർതിരിച്ച പട്ടികയിൽ അറിവിനെ ഒതുക്കുന്നത് തടയാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ വികാരി ജനറൽ ആയിരിക്കെ ഓരോ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ വേണമെന്ന് ചാവറയച്ചൻ കൽപ്പനയിറക്കി. 1846 മാന്നാനത്ത് സംസ്കൃത കരളി തുടങ്ങിയത്. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണത്തിനായി പിടിയേരി സമ്പ്രദായം ആവിഷ്കരിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന അച്ഛൻ്റെ തീരുമാനം തന്നെയായിരുന്നു. കേരളീയ വിദ്യാഭ്യാസ ചരിത്രത്തിന് നിർണായകമായിരുന്നു.
സാധുക്കളെ സ്നേഹിക്കണമെന്നും സഹായിക്കണമെന്നും അവർ നമ്മുടെ സഹോദരങ്ങളാണ് എന്നും നമ്മെ പഠിപ്പിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി ചാവറയച്ചൻ 105 പദവിയും ഒരു തെങ്ങിലെ തേങ്ങായും ദേവാലയത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കെട്ടുതെങ്ങ് പദ്ധതി ആവിഷ്കരിച്ചു. മാന്നാനത്ത് പൊതുസെമിനാരി സ്ഥാപിച്ചതും ചാവറയച്ചൻ തന്നെയാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ കുരിശിൻ്റെ വഴി മാന്നാനം പള്ളിയിൽ തുടങ്ങി വെച്ചത് ചാവറയച്ചൻ തന്നെയായിരുന്നു. പള്ളികളിൽ ഞായറാഴ്ച പ്രസംഗം നിർബന്ധമാക്കിയതും പള്ളികളിൽ വൈദിക ധ്യാനം, ഇടവകയുടെ ദാനം എന്നിവ തുടങ്ങി വെച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. 1846 ചാവറയച്ചൻ സ്ഥാപിച്ച പ്രസ് അക്ഷരാർത്ഥത്തിൽ ഒരു മുന്നേറ്റമായിരുന്നു. വാഴപ്പിണ്ടിയിൽ രൂപകൽപ്പന ചെയ്ത മരത്തടിയിൽ നിർമ്മിച്ച പ്രസ് മാധ്യമരംഗത്തെ സ്തുരസ്മാരകമാണ്. പുത്തൻ തൊഴിൽ സംസ്കാരത്തിൻ്റെ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇത് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിലും ചെയറും ടീപ്പോയും ഒക്കെയാണ് ഈ കാണുന്നത്. കയറ് കൊണ്ട് കെട്ടിയ കട്ടിലായിരുന്നു. ആദ്യ അക്ഷരം കൂടിയായിരുന്നു ഇത്. മലയാളത്തിലെ ആദ്യ പത്രമായ നസ്രാണി ദീപിക പിറവിയും ഈ പ്രസ്സിൽ നിന്നായിരുന്നു. അക്ഷരങ്ങളെ തൊട്ടറിയുക, അനുഭവിച്ചറിയുക, ചെറിയ ജീവിതവുമായിരുന്നു അച്ഛൻ്റേത്. 1866 കൂനമ്മാവിൽ സ്ത്രീകൾക്കായുള്ള CMC സഭ സ്ഥാപിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് ആദ്യ രൂപം വരയ്ക്കപ്പെട്ടത് ഒരുപക്ഷെ ചാവറയച്ചൻ സ്ഥാപിച്ച സ്ത്രീ സന്യാസി സമൂഹത്തിൽ നിന്നും ആയിരിക്കാം. പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാൻ ബോർഡിംഗ് സ്കൂൾ സ്ഥാപിച്ചതും ആർപ്പുക്കര ദളിതർക്കായി സ്കൂൾ സ്ഥാപിച്ചതും വൃദ്ധർക്ക് തണലാകാൻ കേരളത്തിലാദ്യമായി വൃദ്ധസദനം സ്ഥാപിച്ചതും ചാവറയിൽ അച്ഛനായിരുന്നു. അച്ഛൻ്റെ സാമൂഹിക ബോധത്തെയും ജീവകാരുണ്യത്തെയും ഉത്തമ ദർശനമാണ് ഒടുവിൽ പിതാവ് തന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം പൂർത്തിയാക്കി എന്നും തനിക്ക് തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാൻ സമയമായും എന്നും ചാവറയച്ചൻ തിരിച്ചറിഞ്ഞു. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചാവറയച്ചൻ ഒരു കത്തെഴുതി തയ്യാറാക്കി. തൻ്റെ മരണത്തിന് ശേഷം മാത്രമേ ആ കത്ത് തുറക്കാവൂ എന്ന് അദ്ദേഹം കൽപ്പിച്ചു. ഇത് ചവറ പിതാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാളവണ്ടിയാണിത്. ഒടുവിൽ 1870 ഒക്ടോബർ 15 തൻ്റെ അവസാന ദിവ്യബലി അവിടെ അർപ്പിച്ചു. രോഗാതുരമായ 1 വർഷവും 1 മാസവും പ്രാർത്ഥന മാത്രം കൂട്ടാക്കി തന്നെ മുറിയിൽ ചാവറയച്ചൻ കഴിഞ്ഞു. ജനുവരി 3 രാവിലെ 7:30 ചാവറയച്ചൻ ദൈവസന്നിധിയിലേക്ക് വിശുദ്ധിയിലേക്കും യാത്രയായി.
ഈ സ്റ്റെപ്പ് ഓർമ്മയുണ്ടോ? നമ്മുടെ സ്പടികം സിനിമയിൽ ഉർവശി മോഹൻലാലും കൂടെ ഇങ്ങനെ നടന്നു വരുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ എൻ്റെ വീഡിയോയിൽ വല്ല തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ക്ഷമിക്കുക. എൻ്റെ അറിവിൻ്റെ പരിധി വെച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകാൻ. പിന്നെ ഈ പള്ളിയിൽ വരാത്തവരൊക്കെ വരിക. കോട്ടയം മാന്നാനത്താണ് ഈ പള്ളി. നല്ല അടിപൊളി സീനറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചവറ പിതാവിൻ്റെ ഖബറിടം ദർശിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.